ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പുകൾ 80-20% വിതരണം ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും അത് ജനാധിപത്യ നടപടിക്രമങ്ങൾക്ക് നിരക്കാത്തതാണ് എന്നും വിധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി നൽകിയ വിധി ന്യായത്തെ എതിർത്തുകൊണ്ട് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി സ്റ്റേ അനുവദിക്കാതെ സുപ്രീം കോടതി പ്രതികരിച്ചത് ഏറ്റവും സ്വാഗതാർഹമാണ്. കാരണം കേരള ഹൈക്കോടതിയുടെ വിധി ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരസമത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിധിയായിരുന്നു. ഈ വിധിയെ സർക്കാർ ചോദ്യം ചെയ്തത് അങ്ങേയറ്റം ദുഃഖകരമായ വസ്തുതയായിരുന്നു. സുപ്രീം കോടതി കേരള ഹൈക്കോടതിയുടെ വിധിയെ സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചതിലൂടെ ഒരു വലിയ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ന്യൂനപക്ഷ അവകാശങ്ങളും സംവരണ അവകാശങ്ങളും വ്യത്യസ്തമാണ് എന്നും ന്യൂനപക്ഷമായിരിക്കുന്നു എന്ന കാരണത്താൽ ലഭിക്കുന്ന അവകാശങ്ങൾക്ക് എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ജനസംഖ്യാനുപാതത്തിൽ അവകാശമുണ്ട് എന്നും കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. ഈ നിരീക്ഷണത്തെ താമസം വിന പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും നടപ്പിലാക്കുവാനും സർക്കാർ സന്നദ്ധമാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഒരുപക്ഷെ ഈ ഹൈക്കോടതി വിധിയെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പരിഹരിക്കാൻ കൂടി ഈ സുപ്രീം കോടതിയുടെ നിരീക്ഷണം സഹായകമാകും എന്ന് ഞങ്ങൾ പ്രത്യാശ വയ്ക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾ സഹോദരഭാവേന വളരുന്ന കേരള സമൂഹത്തിൽ ന്യൂനപക്ഷാനുകൂല്യങ്ങളുടെ വിതരണത്തിൽ അസമത്വം അവസാനിപ്പിക്കണം എന്ന് പറയുന്നത് തികച്ചും സാമൂഹ്യനീതിയുടെ ഭാഗമായി മാത്രം മനസ്സിലാക്കുകയും അതിനെ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ ചേരിതിരിവിനോ ജാതി ചിന്തകളുടെ പരിപോഷണത്തിനോ ആരും ഉപയോഗിക്കരുത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോട് ഞങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.